ചൂട് കാലത്ത് കോഴികൾക്ക് അസുഖമൊന്നും വരാതെ ഞാൻ ചെയ്യുന്ന കുറച്ച് ട്രിക്കുകളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിലും അതുപോലെ കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പുതിയ വിത്തുകളും അതുപോലെ ഗ്രോ ബാഗും ഒക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിലൊന്ന് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കൂടം കൊണ്ട് തുറക്കുമ്പോൾ തന്നെ എല്ലാവരും റെഡി ആയിട്ടോ, നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പം നല്ല ചൂടാണ്. നമ്മൾ കോഴികളെയൊക്കെ നമ്മൾ എങ്ങനെ ഈ ചൂട് കാലത്ത് സംരക്ഷിക്കും സംരക്ഷിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ കൂടിനെക്കുറിച്ചും കൂട് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കിയെന്നുള്ളൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരു പാർട്ടിൽ നമ്മൾ ചാണകം ഇട്ട്, ഒരു പാർട്ടിൽ ചാരം ഇടുക, ഒരു പാർട്ടിൽ നമ്മൾ കരിയില കമ്പോസ്റ്റോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തത്, ഇപ്പം അങ്ങോട്ട് ചൂട് കൂടിയത് പ്രമാണിച്ച് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മണ്ണ് കൊണ്ടിട്ട് കൊടുത്തു. അപ്പം കുറച്ച് മണ്ണും അതുപോലെ തന്നെ കുറച്ച് ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ പറമ്പിൽ ചകഞ്ഞ് നടക്കുന്ന ഒരു പ്രതീതിയും, അതേപോലെ തന്നെ മണ്ണിനകത്ത് ഇങ്ങനെ ചകയുമ്പോൾ അവർക്ക് മണ്ണിനകത്ത് കിടന്ന ഒരു കളിയൊക്കെ ഉണ്ടല്ലോ കോഴികൾക്ക്, അപ്പം അവർക്കൊരു നല്ലൊരു തണുപ്പും ഒരു സുഖമൊക്കെ കിട്ടും. ഇപ്പോൾ ഈ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തായാലും അത് ചകഞ്ഞൊക്കെ കഴിക്കാനൊരു ഉത്സാഹം. അപ്പോൾ അതിനകത്ത് ചെതലൊക്കെ കിട്ടും, അതൊക്കെ കഴിച്ചുകൊണ്ട് ഇതിനകത്തോട്ട് കിടന്നോളും. പിന്നെ ഈ ചൂട് സമയത്ത് നമ്മൾ നന്നായിട്ട് ഇവർക്ക് വെള്ളം കൊടുക്കണം. നമുക്കറിയാമല്ലോ നമ്മൾ എന്തുമാത്രം ദാഹിക്കുന്നു എന്നുള്ളത്. അത്രമാത്രം പൊരി വെയിലാണ്. അവരുടെ കൂട്ടിൽ എപ്പോഴും അവർക്ക് വെള്ളം കൊടുക്കണം. അതേപോലെ തന്നെയാണ് അവരെ കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ കുളിപ്പിക്കുന്ന നന്നായിരിക്കും. ഞാനിവിടെ കുളിപ്പിക്കാറില്ല. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബേസിനകത്ത് കുറച്ച് വെള്ളം അവർക്ക് കൊണ്ട് ഒഴിച്ച് വെച്ചേക്കും. അപ്പോൾ അതിനകത്ത് അവർ വന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ഒരു പരന്ന പാത്രത്തിനകത്ത്, നമ്മൾ ഉപയോഗമൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു പരന്ന പാത്രം എടുക്കുക, അതിനകത്ത് കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കുമ്പോൾ അതിനകത്ത് കാലുമൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാം. എന്ന് വെച്ചാൽ അത്രമാത്രം ചൂടാണ് അവർ സഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തണുത്ത വെള്ളം വെച്ചേക്കാം, തണുത്തന്നല്ല നോർമൽ വെള്ളം ഇങ്ങനെ വെച്ചേക്കാന്നുണ്ടെങ്കിൽ അവർക്കതൊരു ആശ്വാസമാണ്. പിന്നെ കുടിക്കാനുള്ള വെള്ളം സെപ്പറേറ്റ് ഒരു പാത്രത്തിനകത്ത് വെച്ചേക്കണം. അത് എപ്പോഴും അവർക്ക് വെള്ളം, ഈ BB380 കോഴിക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാടൻ കോഴികളെക്കാളും ഒരുപാട് വെള്ളം കുടിക്കുമെന്ന് തോന്നും. എപ്പോഴും അവർക്ക് വെള്ളം വെച്ചേക്കണം. ഒരു അറയിലാണെന്നുണ്ടെങ്കിൽ ചാരമാണ് ഇട്ടിരിക്കുന്നത്. ചാരം കോഴികൾക്ക് ഏറ്റവും നല്ലതാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് കോഴിപ്പേനൊന്നും വരാതിരിക്കാനും ഒക്കെ നല്ലതാണ്. ഇതിനകത്തും അവർ കുറേ നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരുന്നോളൂ. അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ചിറകിനടിക്കോട്ട് ഈ ചാരമൊക്കെ ചെല്ലുകയും അപ്പോൾ അവർക്ക് ഒരു ചൊറിച്ചിലും ഒക്കെ അവർക്ക് മാറിക്കിട്ടുകയും ചെയ്യും. പിന്നെ ഈ പേൻ്റെ പ്രശ്നമൊക്കെ മാറിക്കിട്ടുന്നതാണ്. പിന്നെ ഈ ചൂട് അധികം നമ്മുടെ ഈ കോഴിയുടെ കൂട്ടിലോട്ട് അടിക്കാതിരിക്കാനായിട്ട് സൈഡിലൊക്കെ പച്ച തുണികൾ വിരിച്ചു കൊടുക്കാമെന്നുണ്ട്. പച്ച തുണി നമ്മളൊന്ന് ഷെയ്ഡായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് അധികം ചൂടില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും മുട്ടയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് എത്ര കിട്ടി? 2, 4, 6, 8, 10 പേരിട്ടിട്ടുണ്ട്. ഈ ചൂട് കാലത്ത് നമ്മൾ 12 പേര് 10 മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട്. മിക്ക ദിവസവും 11ഉം 12ഉം ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരുത്തി തിന്നുന്നത് പഴുത്ത കപ്പയ്ക്ക, അത് കൊത്തി എറിഞ്ഞിട്ട് കൊടുക്കാമെങ്കിൽ എല്ലാം അങ്ങ് കഴിച്ചോളും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടു കൊടുക്കാമെങ്കിൽ അവർ തോടാക്കി അവിടെ വെച്ചേക്കും. കഴിവിൻ്റെ പരമാവധി എല്ലാം കൊത്തിയെറിഞ്ഞാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒന്ന് അവിടെ അയ്യത്ത് കിടന്ന ഒരു ചെറുതവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പുല്ലെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പറമ്പ് ആകെ കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. എന്നാലും ഞാൻ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു സ്വല്പം പുല്ല് അവർക്ക് ഒപ്പിച്ചുകൊണ്ട് കൊടുക്കും. അവർക്ക് ജീവൻ്റെ ജീവനാണത്. താഴെ ഇറങ്ങടി, താഴെ ഇറങ്ങ. ഇതാണ്ട് പിണ്ടിയുണ്ട്. ഇഷ്ടംപോലെ വാഴക്കൊലകൾ നമ്മുടെ ചൂട് സമയത്ത് ഒടിഞ്ഞു വീഴാറുണ്ട്. ഇന്നത്തെ നമുക്ക് ഒരു ഞാലിപ്പൂവൻ നല്ല പരുവായിട്ട് കിട്ടി. അതിൻ്റെ പിണ്ടി എടുത്തു. കുറച്ചൊക്കെ നമ്മൾ അങ്ങ് കോഴിക്ക് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ അവരവിടെ അങ്ങ് കൊത്തി കഴിച്ചോളും. ബാബാ ഇറങ്ങ. എല്ലാവരും വന്നേ ഓടി വന്നേ. ഉണ്ടോ, പുല്ലും പിണ്ടിയൊക്കെ കണ്ടാൽ പിന്നെ അവർ വിടത്തില്ല കേട്ടോ. അവരിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്നോളും. അപ്പോൾ അവരുടെ കൂട്ടിൽ നമ്മൾ അവർക്ക് തണുപ്പ് കിട്ടുന്നതായ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക.
പിന്നെ അവർക്ക് നോർമൽ വെള്ളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇപ്പം കൃഷികൾക്കൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്നറിയാം. എന്നാലും കഞ്ഞിവെള്ളത്തിനകത്ത് സ്വല്പം ഉപ്പൊക്കെ ഇട്ടിട്ട് കോഴികൾക്ക് കൊടുക്കുക. അതുപോലെ അവരുടെ ക്ഷീണമൊക്കെ മാറാനായിട്ട് പിന്നെ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അത് സ്വല്പം കലക്കി അവർക്ക് കൊണ്ടു കൊടുക്കാം. ഇങ്ങനെയൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കോഴികൾ നമ്മൾ കോഴികൾക്ക് ക്ഷീണമൊന്നുമില്ലാതെ പനിയോ അസുഖങ്ങളോ ഒന്നും വരാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഭക്ഷണത്തിനകത്ത് ഒരു പാരസെറ്റമോളൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക, പനിയൊന്നും വരാതിരിക്കും. അതുപോലെ തന്നെ കാൽസ്യം ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതും കൊടുക്കുന്നതും നല്ലതാണ്. അപ്പം ആഴ്ചയിൽ 1-2 കാൽസ്യം ടാബ്ലറ്റൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് ചെറിയ മത്സ്യങ്ങൾ അവർക്ക് കൊടുക്കുക. നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റുകൾ ഈ കോഴികളെന്നുണ്ടെങ്കിൽ പഴമൊക്കെ നമ്മൾ കഴിക്കാൻ പറ്റാത്ത പഴങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ അവർ നന്നായിട്ടും കഴിച്ചോളും. ഇതെല്ലാം നമ്മൾ ശീലിപ്പിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ കോഴിത്തീറ്റ മാത്രം കൊടുത്തിട്ട് നമ്മൾ ഇവരെ വളർത്താമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഈ ചൂടത്ത് ആണെങ്കിലും തണുപ്പത്താണെങ്കിലും അല്ലാത്ത കാലാവസ്ഥയിലും എല്ലാ ഭക്ഷണവും കൊടുത്ത് ശീലിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ ചൂടത്തും മഴയത്തും ഒന്നും നമുക്ക് കോഴിയെ വളർത്താനായിട്ട് യാതൊരു പ്രയാസവും വരികയില്ല. ഇപ്പം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ പറമ്പിലുള്ള എല്ലാം കരിഞ്ഞുണങ്ങിയെന്ന്. അപ്പം അതുകൊണ്ട് വാഴക്കുലകളൊക്കെ കണ്ട് പരുവാവാതെ ഇങ്ങനെ ഒടിഞ്ഞു വീഴുകയാണേ. കുറേ ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയാതെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കോഴിക്ക് അരി പകുതിയായിട്ട് നമ്മൾ വേവിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിക്കും. എന്നിട്ടത് കോഴിക്ക് കഴിക്കാൻ കൊടുക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒന്നും നഷ്ടമാക്കി കളയാറില്ല. അപ്പം കോഴികൾക്ക് കണ്ടില്ല, സവോള കൊത്തി അരിഞ്ഞിട്ട് ഈ ചൂട് കാലത്ത് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കൊച്ചു മീനുകൾ ചാളയോ മത്തിയോ നെത്തോലിയോ ഒക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് അത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അതുപോലെ കണ്ട ഇത് നമ്മൾ വേസ്റ്റാക്കി കളയുന്നതാണ് തണ്ണിമത്തൻ്റെ തോട്. അത് കൊത്തി അരിഞ്ഞ് തോടോടുകൂടി അങ്ങ് കൊണ്ടു കൊടുക്കുക. അത് കൊത്തി അരിഞ്ഞിങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരെല്ലാം അങ്ങ് കഴിച്ചോളും. ഇച്ചിരി സമയം നമ്മളൊന്ന് മെനക്കെടണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വേസ്റ്റായിട്ട് വരുന്ന പഴത്തിൻ്റെ തൊലിയും എല്ലാ ഫ്രൂട്ട്സിൻ്റെയും വേസ്റ്റായിട്ട് വരുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കോഴികൾക്ക് കൊടുക്കാം. ഈ ചൂടത്ത് അവർക്ക് ഈ ചൂടിനെ അതിജീവിക്കാനായിട്ടൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ അരി പകുതി വേവിച്ച് നമ്മുടെ കോഴിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനകത്ത് നമ്മുടെ ഒടിഞ്ഞു വീണ കായും അരിഞ്ഞിട്ടിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് സ്വല്പം ഗോതമ്പ് തൊലിയും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ വളരെ ഇഷ്ടത്തോടെ അങ്ങ് കഴിച്ചോളും. ബാ 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 ഓടി വരും. അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തു വെച്ച് നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ. അപ്പം തണ്ണിമത്തൻ്റെ തോല്, അതേപോലെ തന്നെ ചെറിയ മീൻ ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ തന്നെ ഉള്ളി സവാള അരിഞ്ഞത്, ഗ്രോവറുണ്ട്, നമ്മുടെ കായും അരിയും കൂടെ വേവിച്ചതുണ്ട്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. ഇതെല്ലാം കൂടെ അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് ഒരു ബിരിയാണി കഴിക്കുന്ന പ്രതീതിയാണ്. എല്ലാ സാധനങ്ങളും ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. ഡെയിലി ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഓരോന്ന് മാറി മാറി നമ്മൾ കോഴിക്ക് അങ്ങോട്ട് കൊടുക്കണം. എന്താ മോളെ എന്താ മാറി നിൽക്കുന്നേ? പോയി കഴിച്ചേ. ആ നല്ല പാവം കോഴികളാണ് അവർ. അപ്പം പറമ്പിലോട്ടൊക്കെ പോയി അവർക്ക് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ പുല്ലൊക്കെ കൊടുക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വേറെ മരുന്നുകളൊന്നും ഈ കോഴികൾക്ക് കൊടുക്കാറില്ല കേട്ടോ. ഇങ്ങനെയുള്ളതായ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇവർക്ക് വയ്യാന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊരു പാരസെറ്റമോൾ കൊടുക്കുക. അത് പിന്നെ കാൽസ്യം ഗുളിക കൊടുക്കുന്നത് നല്ലതാണ്. അവർ തോൽമുട്ടയൊന്നും ഇടാതെയൊക്കെ ഇരിക്കും. അതൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല വലിയ മുട്ടയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചപ്പുല്ല് തന്നെ കൊടുക്കണം. പലതരത്തിലുള്ളതായ പുല്ലൊക്കെ ഇവർക്ക് അങ്ങോട്ട് കൊടുക്കുമ്പം നല്ല മുട്ടയിടും, എന്നും മുട്ടയിടും കേട്ടോ. അപ്പോൾ എത്രയൊക്കെയാണ് നമ്മുടെ കോഴിയുടെ വിശേഷങ്ങൾ. കോഴിയെ എല്ലാവരും നന്നായിട്ട് പരിപാലിക്കുക, നന്നായിട്ട് വെള്ളം കൊടുക്കുക, 1-2 പാത്രങ്ങളിൽ അവർക്ക് കയറി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കുക. രാവിലെ തന്നെ എല്ലാവരും ഇറങ്ങിയിരിക്കുക ചാണകക്കൂട്ടിലെ. കുറച്ച് നേരം ഭക്ഷണമില്ലെങ്കിലും അവരിങ്ങനെ ചാണകമൊക്കെ ചുക്കിച്ച് കഴിഞ്ഞ് ഇതിനകത്തങ്ങ് കിടന്നോളും കേട്ടോ. അപ്പം ഭയങ്കര ചൂടുമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തത് നല്ല കാര്യമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. കണ്ടില്ലേ, അവർ കട്ടയായിട്ട് ഇരുന്ന ചാണകമൊക്കെ ഞാനൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തേ. അപ്പം അതിനകത്തുനിന്ന് കുറേ സൂക്ഷ്മജീവികളെയൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്.
അപ്പോൾ നമ്മൾ കോഴിക്കൂട് സെറ്റ് ചെയ്തേക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം, എങ്ങനെ നമുക്കൊരു കോഴിക്കൂട് സെറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പം ചാണകവും ഒക്കെ നമുക്കതിൽ കൊണ്ടിട്ടാൽ ഇവർക്ക് ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യമായിട്ട് ഇവർക്ക് അതിനകത്ത് കഴിയാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് പാലം പോലെ കുറച്ച് തടികളൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ചൂട് കൂടുതലായിട്ട് തോന്നുന്ന കോഴികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വന്ന് കുറച്ച് നേരം നിൽക്കും. ഒക്കെ കാലും ശരീരമൊക്കെ തണുക്കുമ്പോഴത്തേക്ക് അവരങ്ങ് ഇറങ്ങിപ്പോക്കോളും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം കോഴി തീറ്റ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചൂടൊക്കെ ഉള്ളതാണേ. അപ്പം നമ്മൾ ഗ്രോവർ അതേപോലെ ലെയർ മാഷ് ഒക്കെ പെല്ലറ്റൊക്കെ കൊടുക്കുമ്പോൾ പല പല സാധനങ്ങൾ ചേർന്നതാണ്. അപ്പോൾ അവരുടെ ശരീരത്തിന് നന്നായിട്ട് ചൂട് കയറും. അപ്പോൾ ആ ചൂട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പച്ചക്കറികളുടെ വേസ്റ്റും നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും പിണ്ടി, കൂമ്പ്, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം, പിന്നെ നമ്മുടെ നിങ്ങൾക്ക് ഈ പച്ചക്കറി കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വേസ്റ്റൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ, സംഘടിപ്പിച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ ഉള്ളത് ഫ്രൂട്ട്സുകളും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തീറ്റ വാങ്ങിക്കുന്ന ചിലവും കുറയ്ക്കാം, നമ്മുടെ കോഴികളുടെ ആരോഗ്യം സംരക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഇവർക്ക് ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് അവരുടെ മുമ്പിൽ കൊണ്ടുവച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരത് വേസ്റ്റാക്കാതെ ഇരിക്കും, അവരുടെ ആരോഗ്യവും നന്നായിരിക്കും. ഇതിന് നമ്മുടെ വീട്ടിലെ പപ്പായയൊക്കെ ഉണ്ടല്ലോ, അത് പച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും കൊത്തി എരിഞ്ഞ് അവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിൽ തിന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണത്തിനകത്ത് അങ്ങ് ഉൾപ്പെടുത്തി ഇളക്കി അങ്ങ് കൊടുക്കണം. അപ്പോൾ അവരങ്ങ് കഴിച്ചോളും. അപ്പം പിന്നെ അവരുടെ തീറ്റ കൊത്തുന്നതിനോടൊപ്പം തന്നെ ആ ഭക്ഷണവും അവരുടെ വായ്ക്കകത്ത് ചെല്ലിയും അവരുടെ വയറ്റിനകത്ത് ചെല്ലിയൊക്കെ ചെയ്തോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം കോഴിയെ വളർത്തുന്നവരൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. പിന്നെ പ്രധാന ഒരു കാര്യം പറയാനുള്ളത്, കോഴികളെ അടയൊന്നും നമ്മളിപ്പം ഈ സമയത്ത് വയ്ക്കാനായിട്ട് പാടില്ല. കോഴിപ്പേനൊക്കെ പെരുക്കും. അതുകൊണ്ട് മഴയൊക്കെ പെയ്തതിന് ശേഷം മാത്രമേ, ഭൂമിയൊക്കെ തണുത്തതിന് ശേഷമേ മുട്ടയൊക്കെ വിരിക്കാവൂ. ഇനി ഇൻക്യുബേറ്ററിലൊക്കെ വിരിക്കുന്നവരുടെ കാര്യം എനിക്കറിയത്തില്ല. അതിനി ചൂടൊക്കെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. സാധാരണ നാടൻ രീതിയിൽ കൊത്തി വിരിക്കുന്നവർക്ക് ഇപ്പം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.